ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം നമ്മെ നടത്തിയ വഴികളെക്കുറിച്ചും നാം ദൈവത്തെ അറിഞ്ഞ വിധങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ദൈവം തന്നെ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ ദൈവത്തെ അറിഞ്ഞ വഴികൾ, വിധങ്ങൾ, അനുഭവങ്ങൾ, ദൈവവചനം ഇതൊക്കെ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണമെന്ന്. ഇത് ദൈവം വെറുതെ പറഞ്ഞൊരു കാര്യമല്ല. അതായത് നമ്മൾ അങ്ങനെ ചെയ്താൽ അതിനൊരു റിസൾട്ട് ഉണ്ടാകും. 44-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ ദൈവം നടത്തിയ വഴികളെയും വിധങ്ങളെയും കുറിച്ച് പിതാക്കന്മാർ അവരുടെ മക്കളോട് പറഞ്ഞു കൊടുത്തു. മക്കൾ അത് അവരുടെ ചെവി കൊണ്ട് കേട്ട് പിന്നീട് അവർ കുറച്ചു കാലം മുമ്പോട്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരായി മാറി. അതാണ് 44-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അതായത് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ മാതാപിതാക്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ ഈ വിശ്വാസങ്ങളുടെ വ്യത്യാസമില്ലാതെ, അതായത് ക്രൈസ്തവരെന്നോ മുസ്ലിങ്ങളെന്നോ ഹിന്ദുക്കളെന്നോ ഒക്കെ വ്യത്യാസമില്ലാതെ ഏറ്റവും അധികം എനിക്ക് തോന്നുന്നത് കുടുംബങ്ങൾ വേദനപ്പെടുന്നത് അവരുടെ മക്കളെ ഓർത്താണ്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ വളരെ ഗൗരവത്തോടെ നമ്മൾ ചെയ്യേണ്ടുന്ന ഒന്നല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ബൈബിൾ പ്രത്യേകിച്ച് പഴയ നിയമങ്ങളിൽ വളരെ വ്യക്തമായി പഴയ നിയമം ഇസ്രായേലിനോട് ദൈവം ഇത് പറയുന്നുണ്ട്. അപ്പം അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. നാം ദൈവത്തിൽ നിന്ന് കേട്ട് പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മക്കളോട് അറിയിക്കണം. അവരത് കേൾക്കണം, അവരത് മനസ്സിലാക്കണം. അവരാ ഒരു നിലയിൽ വളർന്നു വന്ന് ഒരുപക്ഷെ നമ്മുടെ ജീവിതകാലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കാലശേഷം നമ്മൾ ഈ എടുത്ത ഈ പുസ്തകം ചുമക്കുന്ന പെട്ടകം അവർ ചുമക്കണം എന്നുള്ളതാണ്. 44-ാം സങ്കീർത്തനം അത്തരത്തിലുള്ള ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പിതാക്കന്മാർ മക്കളോട് അവരുടെ ചെവിയിൽ പറഞ്ഞുകൊടുത്ത ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളും ആ അത്ഭുത പ്രവൃത്തികളെ അവർ കേട്ട് മനസ്സിലാക്കി അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ ഈ ദൈവത്തെ അവരുടെ ദൈവമാക്കി അവർ ഏറ്റെടുത്ത് അവർ കടന്നു പോകുന്ന അനുഭവങ്ങളും 9 മുതലുള്ള വാക്യങ്ങളിൽ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചതെന്ന് തലമുറകൾ മനസ്സിലാക്കാനായിട്ട് ദൈവസന്നിധിയിൽ നടത്തുന്ന പരിശ്രമവുമാണ് 44-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൽ നിന്നുള്ള ചില ആത്മീക ചിന്തകൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിത്തരട്ടെ. 44-ാം സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവമേ, പൂർവ്വകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ ചെയ്ത പ്രവൃത്തികൾ അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങളത് കേട്ടുമിരിക്കുന്നു. സത്യത്തിൽ എന്തിനാണ് ഇത്രയും വിശദമായി അല്ലെങ്കിൽ ഇത്രയും വാക്കുകളിൽ വിവരിച്ചിരിക്കുന്നു, ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങളത് കേട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്? മാതാപിതാക്കൾ ചെയ്യുന്ന പ്രവൃത്തികൾ, അതിൻ്റെ ഒരു നല്ല ഭാഗവും അല്ലെങ്കിൽ ആ ചെയ്യുന്ന പ്രവൃത്തികൾ മക്കളുടെ ജീവിതത്തെ സ്വാധീനിക്കും. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബി മോനച്ചൻ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവ സാക്ഷ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണുനീരോടെയാണ് കേട്ടത്. അദ്ദേഹത്തെ പരിചയമില്ലാത്തവർ ചുരുക്കമായിരിക്കും. അദ്ദേഹത്തിൻ്റെ 7 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടത്. ഒന്ന് ഓർത്തു നോക്കിക്കേ, 7ാമത്തെ വയസ്സിൽ അപ്പനെ നഷ്ടപ്പെട്ട ഒരാളുടെ വേദന. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട്, ആ 7 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ദൈവദാസന്മാരെയൊക്കെ സ്നേഹിച്ച് ദൈവരാജ്യത്തെ സ്നേഹിച്ച് ഉള്ളതിൻ്റെ പങ്കൊക്കെ അരിയുടെയൊക്കെ ഭാഗമൊക്കെ കൊണ്ടുപോയി ദൈവദാസന്മാർക്ക് കൊടുത്ത് അങ്ങനെ ദൈവത്തെ പരമാർത്ഥതയോടെ ദാരിദ്ര്യത്തിൻ്റെ നടുവിലും സേവിച്ച തൻ്റെ പിതാവ്
7-ാം വയസ്സിൽ മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോഴും പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ദൈവം തന്നെ കൈവിട്ടില്ല, ദൈവം തന്നെ ഉയർത്തി, ദൈവം തന്നെ നടത്തി. നോക്കിക്കേ, 7 വയസ്സിന് മുൻപുള്ള ഒരു കാലഘട്ടം ഇന്നെന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നിലനിൽക്കുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ മക്കളുടെ ബാല്യകാലത്തിലെ ജീവിതാനുഭവങ്ങൾ, നമ്മൾ പകർന്നു കൊടുക്കുന്ന ആത്മീക മൂല്യങ്ങൾ അവരുടെ മരണത്തോളം അല്ലെങ്കിൽ അവരുടെ ജീവിതാവസാനം വരെ അവരുടെ മുമ്പിൽ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും അത് വിട്ട് മാറത്തില്ല. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പിശാചിൻ്റെ കൈകളിൽപ്പെട്ട് അവരുടെ ജീവിതം ഉടഞ്ഞു പോകാതെ വളരെ ഗൗരവമായി ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് അവരോട് പറയുകയും ദൈവത്തിൻ്റെ വചനം അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 15, 16, 17 വാക്യങ്ങളിലേക്കൊക്കെ നമ്മൾ വരുമ്പം അവിടെ യഹോവയാം ദൈവം ഇസ്രായേലിനോട് പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. ഒന്നാമത്, വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് കയറണം. 2, നീ കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും വഴി നടക്കുമ്പോഴും നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിൻ്റെ മക്കളോട് അതിനെക്കുറിച്ച് ഉപദേശിച്ച് കൊടുക്കണം. നമ്മൾ പല സമയത്തും നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനകളിൽ വിളിച്ചുകൊണ്ട് പോകുന്നതിന് നമ്മൾ ഉത്സാഹമുള്ളവരാണ്. പക്ഷേ നമ്മളവരെ കൊണ്ടുപോവുക മാത്രമല്ല ചെയ്യേണ്ടുന്നത്, വീട്ടിലിരിക്കുമ്പോൾ, കിടക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ, വഴി നടക്കുമ്പോൾ. എന്തിനാ ഇങ്ങനെ 4 കാര്യങ്ങൾ വിവരിച്ച് പറയുന്നത്? എന്തിനാ? നടക്കുമ്പം പറയണം, ഇരിക്കുമ്പം പറയണം, കിടക്കുമ്പം പറയണം, യാത്ര ചെയ്യുമ്പോൾ പറയണം. ഇത്രയും കാര്യങ്ങൾ എന്തിനാണ് ആവർത്തിച്ച് പറയുന്നത്? നിൻ്റെ മക്കളോട് പറയണമെന്ന് പറഞ്ഞാൽ പോരെ. അപ്പം ശരിക്കും നമ്മൾ മക്കളെ ദൈവവഴികളിൽ ഉപദേശിക്കുന്നത് ഒരു ജീവിത ശൈലിയുടെ ഭാഗമാക്കി മാറ്റണം. ഇത് ദൈവം വെറുതെ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ പഴയ നിയമത്തിലെ ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് പഴയ നിയമ ഉത്സവങ്ങൾ, നമുക്കറിയാം 7 പെരുന്നാളുകളാണ് ഇസ്രായേലിനുള്ളത്. ആ പെരുന്നാളുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ പെരുന്നാളുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ പെരുന്നാളുകളുടെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. അതായത് പെസഹ എന്ന് പറയുന്ന ആദ്യത്തെ പെരുന്നാൾ, ആബീബ് മാസം 1-ാം മാസം, അതായത് നിസാൻ മാസം 1-ാം മാസം 15-ാം തീയതി അവരറക്കുന്ന ആ ഒരു പെസഹ കുഞ്ഞാടിൻ്റെ ആ ഒരു കർമ്മം, അത് തലമുറകൾ കൈമാറി, അല്ലെങ്കിൽ തലമുറകളിൽ പിന്നീട് വരുന്ന സംവത്സരങ്ങളിൽ നീ അത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നിൻ്റെ മക്കൾ വാഗ്ദത്ത ദേശത്ത്, കനാൻ ദേശത്ത് എത്തുമ്പോൾ നിന്നോട് ചോദിക്കും, എന്തിനാണ് അപ്പാ ഇങ്ങനെ ഒരു കർമ്മം ചെയ്യുന്നത്? അന്നേരം നീ നിൻ്റെ മക്കളോട് പറയണം, നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ പരദേശികളായിരുന്നു, അവിടെ നിന്ന് ദൈവം നമ്മളെ കൊണ്ടുവന്നതാണ്. ഒരാട് അറുക്കപ്പെട്ടു, അല്ലെങ്കിൽ ഒരു ആടിനെ നമ്മൾ അറുത്തു, അതിൻ്റെ രക്തം മൂലമാണ് സംഹാരകനിൽ നിന്ന് നമുക്ക് സംരക്ഷണം ഉണ്ടായത്. ഇത് നിൻ്റെ മക്കളോട് നീ പറയണം. എന്തിനാ മക്കളോട് പറയുന്നത്? മക്കൾ ഇത് അറിയാനായിട്ടാണ്. പ്രിയമുള്ളവരെ, നമ്മൾ വളരെ ഗൗരവത്തോടെ ഈ നാളുകളിൽ മനസ്സിലാക്കണം. ഒരുപാട് കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഡി അഡിക്ഷൻ സെൻ്ററുകളിലും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ധാരാളം ചെറുപ്പക്കാർ, കുട്ടികൾ അകപ്പെട്ട് കിടക്കുന്നത് ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ വെളിച്ചത്തിൽ എനിക്കും 2 മക്കളുണ്ട്, ഒരാണും ഒരു പെണ്ണും. ഒത്തിരി ആശങ്കകളോടെ, ആകുലതകളോടുകൂടെ പ്രാർത്ഥിക്കാറുണ്ട്, അവർക്ക് വേണ്ടി ഉപദേശിക്കാറുണ്ട്, വഴി നടക്കുമ്പോൾ പറയാറുണ്ട്. അതായത് നമ്മൾ ചിന്തിക്കുന്ന ഒരു ലോകമല്ല. നമ്മുടെ കൈകളിൽ നിന്നൊക്കെ അവരെ തട്ടിയെടുക്കുവാനായിട്ടുള്ള വ്യക്തികളും ശക്തികളുമൊക്കെ നിൽക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ദൈവം പറഞ്ഞ കാര്യത്തെ നമ്മൾ ഒട്ടും അവഗണിക്കാനായിട്ട് പാടില്ല. നിൻ്റെ മക്കളോട് നീ ഇത് പറയണം. കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എല്ലാം നീ ഇത് പറയണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലായോ? എത്രത്തോളം ഗൗരവത്തോടെ നമ്മളത് ചെയ്യണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും അവരെ വളർത്തണം. നമ്മൾ കുറേ കൊട്ടിയും പാട്ടും പാടിയുമൊക്കെ പോകാമെന്ന് വിചാരിക്കരുത്. ചില സ്ഥലങ്ങളിലൊക്കെ പല തലമുറകളെ നമ്മൾ കാണുമ്പോൾ അവർക്ക് വർഷിപ്പ് എന്താണെന്നറിയാം, അവർക്ക് പാട്ട് നന്നായിട്ടറിയാം. പക്ഷേ ദൈവവചനത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങളോ എങ്ങനെ ജീവിക്കണമോ എന്നുള്ളത് അവർക്കറിയാതെ ഇതൊക്കെ വെറും എന്താ പറയുന്നത്, ഒരു പോസ്റ്റ് മോഡേൺ
ലൈഫ് എന്ന് പറയുന്നത് പോലെ ആരാധനയൊക്കെ ആ ഒരു നിലയിൽ കണ്ട് വഴിവിട്ട ദൈവം വെച്ച അതിരുകളിൽ ലംഘിച്ചുകൊണ്ടുള്ള സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ അകത്ത് ദൈവം വെച്ചിട്ടുള്ള അതിരുകളിൽ ലംഘിച്ചുകൊണ്ടുള്ള പോക്കുകളൊക്കെ കാണുമ്പം സംഭവിച്ചതെന്താ? ബഹളമുണ്ട്, പാട്ടുണ്ട്, കൈകൊട്ടുണ്ട്, ആരാധനയുണ്ട്, എല്ലാം ചടങ്ങിന് പോവുക. പക്ഷേ ആഴമേറിയ ദൈവിക വിശുദ്ധിയോ വചനത്തിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ചോ അറിവില്ലാത്ത ഒരു കൂട്ടത്തെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര ദുഃഖകരമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ നമ്മൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. മാതാപിതാക്കളാണ് നമുക്ക് അത് കൈമാറി നമുക്ക് തരുന്നത്. ഞാൻ ഈ ഒരു സങ്കീർത്തന ഭാഗം ധ്യാനിച്ച് ഈ ഒരു ഭാഗവുമായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്നപ്പം പരിശുദ്ധാത്മാവ് തരുന്ന ചിന്തകൾ ഓരോ ദിവസവും ദൈവജനത്തിന് കൈമാറി കൊടുക്കണമല്ലോ, അതിനുവേണ്ടി ദൈവപാദപീഠത്തിൽ ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് എൻ്റെ ബാല്യകാലമാണ്. എൻ്റെ വല്യപ്പച്ചൻ, കാരണം എൻ്റെ പിതാവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മദ്യപാനത്തിലേക്ക് പോയി ആ ഒരു നിലയിൽ അങ്ങനെ മുമ്പോട്ട് പോയതുകൊണ്ട് എൻ്റെ അപ്പച്ചനാണ് എന്നെ കൊണ്ടു നടന്നത്. അപ്പം ഓമല്ലൂർ എന്ന് പറയുന്ന ചന്തയിൽ തേങ്ങ കച്ചവടക്കാരെയൊക്കെ അടുത്ത് തേങ്ങ മേടിക്കാനായിട്ട് പോയപ്പോൾ നടന്നൊരു സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ബാക്കി കൊടുക്കേണ്ട പൈസയേക്കാൾ ഒരുപാട് പൈസ കൂടുതൽ ആ കച്ചവടക്കാരൻ എൻ്റെ അപ്പച്ചൻ്റെ കയ്യിൽ തിരിച്ചു കൊടുത്തു. അപ്പോൾ തിരിച്ചു കൊടുത്തപ്പം അപ്പച്ചൻ ആ പൈസ എണ്ണി നോക്കി ബാക്കി പൈസ അവർക്ക് മടക്കി കൊടുത്തു. അങ്ങനെ ഈ തേങ്ങയും വാങ്ങി തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ, നമുക്ക് അർഹതപ്പെടാത്തത് ഒന്നും നമുക്ക് വേണ്ട. നമ്മൾ അധ്വാനിക്കാത്തതും നമ്മൾ അർഹിക്കാത്തതും നമ്മുടേതല്ലാത്തതുമായ ഒരു രൂപയെങ്കിലും മക്കളെ നമ്മുടെ കയ്യിൽ വന്നാൽ നമ്മുടെ ജീവിതത്തിൽ അതൊരിക്കലും ശരിയാകത്തില്ല. ആ പറഞ്ഞ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൻ്റെ പലകയിൽ പതിച്ചു. അതുകൊണ്ട് ഇന്നുവരെയും സാമ്പത്തികമായ കാര്യങ്ങളിൽ സത്യസന്ധത പുലർത്താൻ എനിക്ക് കഴിഞ്ഞു. ഒരുപാട് സ്ഥലങ്ങളിൽ പോയി കടയിൽ പോയി സാധനങ്ങൾ മേടിക്കുമ്പോൾ ഇപ്പോൾ പിന്നെ ഗൂഗിൾ പേ ആണല്ലോ, അപ്പം നമുക്ക് നമ്മുടെ പിള്ളേർക്ക് പോലും അറിയത്തില്ല. എന്നാലും ബാക്കിയൊക്കെ കൂടുതൽ തരുമ്പം വിശ്വസ്തയോടെ അതെടുത്ത് തിരിച്ചു കൊടുക്കാൻ കർത്താവ് കൃപ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കിയ ഒരു കാര്യം കൂടെ പറയാം കേട്ടോ. ഈ പല സമയത്ത് നമ്മൾ ഈ ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ, നേരത്തെ ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ ഈ സ്ഥിരമായി അത് ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ നടക്കുന്നൊരു സംഭവമാണ്. നമുക്ക് കൂടുതൽ പൈസ കിട്ടും. ദൈവം നമ്മുടെ സത്യസന്ധത പരിശോധിക്കുകയാണോ, നമ്മളെ വീഴ്ത്താനായിട്ട് പിശാച് ഒരുക്കുന്ന തന്ത്രമാണോ, ഒന്നും അറിയില്ല. പല സമയത്തും ഒരുപാട് പൈസ നമുക്ക് കിട്ടാൻ പാടില്ലാത്ത പൈസ ബാക്കി പലരും പരസ്പരം അറിയാത്ത കടക്കാർ തിരിച്ചു വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നീട് എനിക്ക് തോന്നിയത് ഇതൊരു പരീക്ഷണമാണോ, നമ്മളെ ദൈവം പരീക്ഷിക്കുവാണോ, എന്തെങ്കിലുമൊക്കെ ആയിക്കൊള്ളട്ടെ. അപ്പം നമ്മൾ വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ ബാല്യകാലങ്ങളിൽ നമ്മൾ വളർന്നു വരുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ 44-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതായത് ഈ സങ്കീർത്തനം മുഴുവനും ചിന്തിക്കാനായിട്ട് പറ്റില്ല. 9 മുതലുള്ള വാക്യങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചതെന്ന് അവർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമം നടത്തുകയാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പം 1-2 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പിതാക്കന്മാരെ ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് അവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങളത് കേട്ടു. എന്നിട്ട് അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത്, ജാതികളെയെല്ലാം നീക്കി ഞങ്ങളുടെ പിതാക്കന്മാരെ ദൈവം ദേശത്ത് നട്ടു. 7-ലധികം ജാതികളെയാണ് ദൈവം നീക്കി പഴയ നിയമ ഇസ്രായേലിനെ കനാൻ ദേശത്ത് ദൈവം ഉറപ്പിച്ചത്. അടുത്തത് 3-ാമത്തെ വാക്യം, അവരുടെ വാളുകൊണ്ടല്ല, അവരുടെ സ്വന്തം ഭുജം കൊണ്ടുമല്ല അവർ ജയിച്ചത്, പിന്നെയോ അങ്ങയുടെ മുഖപ്രകാശം കൊണ്ടും അങ്ങേക്ക് അവരോട് പ്രീതിയുള്ളത് കൊണ്ടുമാണ്. നോക്കിക്കേ, പിതാക്കന്മാരുടെ കാലത്ത് അവർ ദൈവകൃപ നേടിയെടുത്ത മേഖലകൾ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ തലമുറകൾക്ക് കഴിഞ്ഞു. മനസ്സിലായോ? അതായത് എൻ്റെ അപ്പൻ്റെ ദൈവമാണ് എൻ്റെ ദൈവം, എൻ്റെ അപ്പനെയും എൻ്റെ മാതാപിതാക്കളെയും നടത്തിയ ദൈവം എൻ്റെ ദൈവമാണെന്ന് പറയത്തക്ക ഒരാത്മീക പക്വതയിലേക്ക് ഈ തലമുറകൾ വളർന്നു വന്നു. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കിക്കേ, ദുഃഖകരമല്ലേ? ഒരുപാട് സ്ഥലത്ത് ആത്മീയരായ മാതാപിതാക്കന്മാരുടെ തലമുറകൾ ഇതൊക്കെ വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നതിൻ്റെ കാരണം
ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയപ്പോൾ, ഒന്ന്, നമുക്ക് പ്രസംഗം മാത്രമേ ഉള്ളൂ, നമുക്ക് ജീവിതമില്ലാതെയായിപ്പോയി. നമ്മുടെ കൂട്ടായ്മകളിൽ പോലും മാതൃകയില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ പോയില്ലേ? ഇതൊക്കെ ഈ ദിവസങ്ങളിൽ ഒന്ന് മാറി. അതെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ദൈവവചനത്തിൻ്റെ ആ യഥാർത്ഥമായ വഴികളിലാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മേൽ ദൈവം പകർന്ന ഈ ആത്മാവിൻ്റെ ശക്തി അത് തലമുറകളിലേക്ക് പകരപ്പെടും. സത്യസന്ധതയും നീതിയും വിശുദ്ധിയുമൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് വളരെ ഗൗരവത്തോടെ വേണം നമ്മുടെ ആത്മീക ജീവിതം നമ്മൾ മുമ്പോട്ട് നയിക്കുവാനായിട്ട്. അടുത്തത് 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, പിതാക്കന്മാരുടെ ദൈവത്തിൽ നിന്ന് മാറി അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് അവർ വരികയാണ്. ഇത് സംഭവിക്കുന്ന ഒരു സമയമുണ്ട്. അതായത് അപ്പനെ നടത്തിയ ദൈവം, അപ്പൻ്റെ ദൈവം എൻ്റെ ദൈവമാണെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തണം, അല്ലെങ്കിൽ എത്തും. യാക്കോബൊക്കെ നമുക്കറിയാം, ഇസഹാക്കിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ അപ്പൻ്റെ വീട്ടിലൊക്കെ കിടന്ന് അവിടെ ജീവിച്ചിട്ട് അപ്പൻ്റെ വീട് വിട്ടിറങ്ങി ഒരു നിർജ്ജനമായ പ്രദേശത്ത് എത്തിയപ്പോഴാണ് താൻ സ്വപ്നമാദ്യമായി കാണുന്നത്. ആകാശത്തോളമുള്ള ഒരു ഗോവണിയും അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ദൈവം തന്നോട് സംസാരിക്കുന്ന രംഗങ്ങളുമൊക്കെ. അവൻ ശരിക്കും ഒരു 2 കാലഘട്ടം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടല്ലോ. ഒന്ന്, മാതാപിതാക്കളിൽ നിന്ന് ദൈവത്തെക്കുറിച്ച് കേട്ട കാലഘട്ടവും, 2, വ്യക്തിപരമായി ദൈവശബ്ദം കേൾക്കുന്ന ഒരു കാലഘട്ടവും. ആദ്യത്തെ കാലഘട്ടം ശരിയായ വഴികളിലാണ് പോകുന്നതെങ്കിൽ രണ്ടാമത്തേതും ശരിയായ വഴികളിൽ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉത്തരവാദിത്വമുള്ള മാതാപിതാക്കളായി ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു ഡിവൈൻ പേരൻറ്റിങ്, അതാണ് നമ്മൾ പറയുന്നത്. അത് നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണല്ലോ. അപ്പം ഇന്ന് പേരൻറ്റിങ്ങിനെ കുറിച്ചൊക്കെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒത്തിരി പഠിത്തങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി ക്ലാസ്സുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. പണ്ടൊക്കെ പിള്ളേരെ അടിക്കരുത്, ഉപദ്രവിക്കരുത് എന്നൊക്കെ പറയുമായിരുന്നു. ഇന്ന് അടിക്കണം, അടി കൊടുക്കണമെന്ന് പറയുകയാണ്. അപ്പം ഈ പഠനങ്ങളും അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ക്ലാസ്സുകളുമൊക്കെ ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ വളച്ചൊടിക്കുമ്പോൾ ദൈവവചനം മാറ്റമില്ലാത്തതാണ്. ഈ വചനത്തിൽ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധതയോടെ നമ്മൾ അനുസരിച്ച് മുമ്പോട്ട് പോയാൽ 100% ഉറപ്പാണ് നമ്മുടെ തലമുറകൾ ഒരിക്കലും വഴിതെറ്റിപ്പോകത്തില്ല. നമ്മളെടുത്ത പുസ്തകം അവർ നിശ്ചയമായിട്ടും എടുക്കുക തന്നെ ചെയ്യും. അടുത്തത്, ദൈവമേ നീ എൻ്റെ രാജാവാകുന്നു, എന്നാൽ ഞങ്ങൾ വൈരികളെ തെള്ളിയിടും, ഞങ്ങളോട് എതിർക്കുന്നവരെ ഞങ്ങൾ ചവിട്ടിക്കളയും, ഞങ്ങൾ ദൈവത്തിൽ നിത്യം പ്രശംസിക്കും, അങ്ങയുടെ നാമത്തിന് സ്തോത്രം ചെയ്യും. അപ്പം ഈ സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളെ വീണ്ടും 2ആയി തിരിക്കുമ്പോൾ ഇതൊരു പഠനമാണ്, കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കിയാണ്. അതായത് നമ്മൾ ആ സങ്കീർത്തനം എഴുതിയവരുടെ അവരുടെ ആ ഒരു ചിന്താ മേഖലയിലേക്ക് നമ്മളൊന്ന് യാത്ര ചെയ്തതിന് ശേഷം അവരുടെ ആ ഒരു ആത്മീക നിലവാരത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണ്. എങ്കിൽ മാത്രമേ നമുക്കൊരാത്മീക അനുഭവത്തിലേക്ക് നമുക്ക് ഉയരാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ പിതാക്കന്മാർ ദൈവത്തെ അറിഞ്ഞതും ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്തതുമായ കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് അവരതിനെ പറയുകയാണ്. ആര്? ഈ ഒരു മക്കൾ, ഒരു ജനറേഷൻ. എന്നാൽ 4 മുതലുള്ള വാക്യങ്ങളിൽ അവർ പിതാക്കന്മാരുടെ ദൈവം അവരുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നതെന്നും എങ്ങനെ ദൈവത്തെ കണ്ടെത്താനായിട്ട് പറ്റും എന്നുള്ളതും അവർ പറയുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഒരാത്മീകമായ ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഉപദേശിച്ച് ദൈവകൃപയിൽ വളർത്തി ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് പറഞ്ഞ് ആ ഒരു നിലവാരത്തിൽ നമ്മളവരെ കൊണ്ടുപോകുമ്പോൾ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവർ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അവരതിനനുസരിച്ച് ഈ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കും, ഞങ്ങൾ ദൈവത്തിൽ പ്രശംസിക്കും. അതായത് പിതാക്കന്മാരുടെ ജീവിതത്തിൽ ചെയ്തതല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ദൈവത്തിൽ പ്രശംസിക്കും. അടുത്തത് 9 മുതലുള്ള വാക്യങ്ങളിൽ ജീവിതത്തിലെ പരാജയങ്ങളെ കണ്ടെത്താനായിട്ട് അവർ ശ്രമിക്കുകയാണ്. എവിടെയാണ് ഞങ്ങൾക്ക് വീഴ്ച പറ്റിയത്? എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് യുദ്ധത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയത്? അവരത് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്.
ഇത് ശരിക്കും ഒരു ജീവിതത്തിൻ്റെ വിവിധമായ ഘട്ടങ്ങളിൽ ദൈവം ഒരു മനുഷ്യനെ നിയമിച്ചാക്കിയിരിക്കുന്ന വ്യത്യസ്തമായ മേഖലകളാണ്. ഓക്കെ, അത്രയും പറഞ്ഞുകൊണ്ട് ഞാനിതിവിടെ നിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളോട് ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് ഉപദേശിക്കുക, വചനം നന്നായി അവരെ പഠിപ്പിക്കുക. ഒത്തിരി സന്തോഷമുണ്ട് ഈ ദിവസങ്ങളിൽ, അവധിക്കാലങ്ങളിലൊക്കെ ഒത്തിരി സ്ഥലത്ത് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനകളിൽ ദൈവശക്തി പ്രാപിക്കാനായിട്ടൊക്കെയുള്ള മീറ്റിങ്ങുകൾ ഒത്തിരി ക്രമീകരിക്കുന്നുണ്ട്. മാതാപിതാക്കൾക്ക് പോലും തിരിച്ചറിവുണ്ടായി ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ ദൈവവചന ധ്യാനം അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ വീണ്ടും ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.